കുറെ അധികം നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇയാളുടെ തരത്തിൽ പോയി കളിക്കണോ? പാത്രം കഴുകി പോയിട്ട് പോടോ താൻ. അതിലേക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലേ? ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്. ഇയാള് പോവാൻ നോക്ക്. ഞാൻ കഴുകി പോകണ്ട്. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ബിഗ് ബോസിന്റെ ഈ ഒരു പ്രൊമോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലൈവ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആദ്യം കാണിച്ചു കൂട്ടിയ കുട്ടിക്കഴപ്പ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും കണ്ടു വളരെ വ്യക്തമായിട്ട്. എനിക്ക് ആ ഒരു സമയത്ത് ഓർമ്മ വന്ന എന്താണെന്നറിയോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ലക്ഷ്മി പറഞ്ഞത് ലെസ്ബിയൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്നത് കൊണ്ട് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ വളരെ തെറ്റാണ്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ആദില എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് അവര് 100% നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. ആദിലയുടെ ഇപ്പോഴത്തെ ഒരു പെരുമ, ഇപ്പോഴത്തെ നല്ല, അവൾ ആദ്യമേ അങ്ങനെ തന്നെയാണ്. ആദില നൂറ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൂറേനെ തന്നെയായിരുന്നു. കാരണം നൂറ കുറച്ചും കൂടെ കൂളാണ്. അവർക്ക് ശരിയായിട്ട് എന്താണ് ശരി തെറ്റെന്നുള്ള ഒരു സംഭവം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആദില അങ്ങനെയല്ല. ആദില എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കൂതറ സ്വഭാവം, ചന്ത വർത്താനവും വായിന്ന് വരണേന്നൊക്കെ പറഞ്ഞ പുഴുത്ത സാധനങ്ങളാണ് വരുന്നത്. അവരുടെ സ്വഭാവം എനിക്ക് ആദ്യമേ ഇഷ്ടമല്ല. പിന്നെ ആ ഒരു ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അതിനൊക്കെ ശേഷം ആദിലയ്ക്കും നൂറയ്ക്കൊക്കെ ഒരു ഒരു പവർ കിട്ടി. കുടുംബ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ അവരുടെ ആദിലയുടെ ആ ഒരു ഇരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും, പിന്നെ ഫാമിലിയുടെ കാര്യങ്ങൾ നൂറ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഒരു അലിവ് എവിടെയൊക്കെയോ അവരോട് തോന്നി. ഓ, ഇവര് പാവമല്ലേ. അതുപോലെ തന്നെ ഇവര് തമ്മിലുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോഴായാലും നമുക്ക് സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നി. എന്തോ ലെസ്ബിയൻസിന് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാത്തവർ പോലും ഇവരെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി എന്നുള്ള കാര്യമാണ്. പക്ഷെ ഈ ആദിലെ കാരണം ഇപ്പം ആ മൊത്തം കമ്മ്യൂണിറ്റിക്ക് തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റവും വർത്താനവും കാണിച്ചു കൂട്ടലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് അടിച്ച് വിട്ടുകൊടുക്കാനാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. ഇവർ ഈ ആദിലേനെ, പ്രത്യേകിച്ച് ആദിലേനെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത സാധനമാണ് സത്യം. അത് ലെസ്ബിയൻ ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരൊരു കമ്മ്യൂണിറ്റിയിൽ പെടുന്നുണ്ടല്ല. ബിക്കോസ് ഓഫ് ഹർ ക്യാരക്ടർ, അവളുടെ വർത്താനം. അത് ലക്ഷ്മി പറഞ്ഞത് ഒരു തെറ്റുമില്ല. ലക്ഷ്മി പറഞ്ഞത് ലെസ്ബിയൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ സ്വഭാവം വെച്ചിട്ട് ഒരു വീട്ടിലും കയറ്റാൻ കൊള്ളത്തില്ല. ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടന്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ടാണ് പോയത്. ലാലേട്ടൻ ഇതൊരു വാണിംഗ് ആണ്. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ലാലേട്ടൻ ഈ ലൈവ് ഒന്നും കാണത്തില്ല. അപ്പൊ ഈ ലൈവൊക്കെ കണ്ട് സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ ഇല്ലയോ എന്നുള്ള കാര്യം. ഈ നൂറ ശരിക്കും ലെസ്ബിയൻ തന്നെ ആണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഈ ആദിലയുടെ സ്വഭാവം എങ്ങനെയാണല്ലോ. അപ്പൊ ചിലപ്പോ ഇനി ആദില ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ചിലപ്പോ ആദിലയാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഈ കൊച്ചി നൂറയ്ക്ക് ആ ഒരു അറിവില്ലാത്ത പ്രായത്തില് ഇവള് പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്ക് അക്സെപ്റ്റ് ചെയ്ത് വിട്ട് ഇനി പെട്ടുപോയതാണോ എന്ന് അറിയത്തില്ല. എനിക്ക് അതിന്റെ ആ ഒരു ടെക്നിക്കാലിറ്റി മെക്കാനിസം ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇവരുടെയൊക്കെ ഇവരുടെ ക്യാരക്ടർ ആ ഒരു ചേഞ്ച് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു ഫൈറ്റ് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടാവും. അനീഷ് വെസലിന്റെ ക്യാപ്റ്റൻ ആണ്. അപ്പൊ ഈ അനീഷ് ഇപ്പോഴും നല്ല എപ്പോഴും ആദിലയോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാല് ആദിലേക്ക് ചില സമയവും സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ക്യാപ്റ്റനും കൂപ്റ്റനും ഒന്നും അവക്കില്ല. അവക്ക് തോന്നണ സമയത്ത് ഇത് ചെയ്യുന്ന പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, ശരി, ചിലർക്ക് അങ്ങനെ ഇഷ്ടം വരത്തില്ല. പക്ഷെ ആ ചെന്ന് പറയുന്നത് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന്റെ ഒരു ആവശ്യം എന്താണ്? അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അവരെ കൊണ്ട് ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഒരു ക്യാപ്റ്റന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്യാപ്റ്റന്റെ ആവശ്യം അതാണ്. അപ്പം ഒരു ക്യാപ്റ്റൻ ചെന്നിട്ട് ഇത് പാത്രം കഴുകണം, അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്യണം എന്നൊരു ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം. കാരണം അത് ക്യാപ്റ്റനാണ് പറയുന്നത്. ക്യാപ്റ്റൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലേ പിന്നെ ക്യാപ്റ്റന്റെ ആവശ്യം എന്തുവാ? അതിലേക്ക് തോന്നണ സമയത്ത്, അതിലേക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ. ജിഷിൻ ചെന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പോയി. അപ്പൊ അതിനുശേഷം ആദില കഴുകണം. സോ അനീഷ് എന്നിട്ട് പറയാണ് ആദില കഴുകുന്നു പറയണം. അപ്പൊ ആദിലയ്ക്ക് പറ്റൂല. ആദില അതിനിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, തരത്തിൽ പോയി കളിക്കണോ. ഏത് തരമാണ്?
ഏത് തരമാണെന്ന് ലാലേട്ടൻ ഒന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ ആദില അനീഷിനോട് സംസാരിക്കുന്ന വളരെ മോശം. അനീഷെന്ന് മാത്രമല്ല, അവൾ എല്ലാവരോടും സംസാരിക്കുന്ന ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോലെയാണ്. അപ്പൊ ഇവളുടെ ആ ഒരു സംസാരം ഒരുമാതിരി തരത്തിപ്പോയി കളിക്കണോ. ഇത് ഏത് തരമാണ് ഇവൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണില്ല. അവള് കാണിച്ചു കൂട്ടുന്ന കഴപ്പുകളുണ്ട്. ഇവർക്ക് എവിടെയാണ് കടിയെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അനീഷ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അനീഷിന് വാശിയായി, കാരണം അനീഷ് ക്യാപ്റ്റനാണ്. അനീഷ് പറഞ്ഞിട്ട് അതിന് കേൾക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ആർക്കായാലും ദേഷ്യം വരും. അത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ് അവിടെ തന്നെ നിന്ന് ആദിലേനോട് പാത്രം കഴുകുന്നു, അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ആദിലേക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അവൾ അടുത്തൂടെ പോയിട്ടില്ല, സ്റ്റാൻഡേർഡും പോയിട്ടില്ല, ഒരു സാധനം പോയിട്ടില്ല. ഇവള് മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇവള് കാണിക്കുന്ന ചില പ്രവൃത്തികളുണ്ടല്ലോ, ഓറയിൽ കിടക്കുന്ന അനീഷിന്റെ മുഖത്ത് ക്രീമുകൾ വാരി തേക്കുക, അനീഷിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക. അത് ഉറങ്ങി കിടക്കുന്ന സമയത്ത്, ഫുഡ് കഴിക്കുന്ന സമയത്ത്, അതുപോലെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്ന സമയത്ത് ആദിലെ നൂറയും കൂടെ വെറുതെ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ വന്നിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആ മനുഷ്യൻ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുമ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരാൾക്ക് അടിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ദേഷ്യം ഉണ്ടാവും, ഒരാളോട് വാശി ഉണ്ടാവും. ആദില ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ, വെറുതെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അനീഷിന് ആദിലേനോട് ഒരു ദേഷ്യമുണ്ട്. ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അനീഷ് പോയി സംസാരിക്കുമ്പോൾ ഈ ആദിലയുടെ റെസ്പോൺസ് ഇങ്ങനെയൊക്കെയാണ്: താൻ പോടോ, പോയി തരത്തിപ്പോയി കളിക്കണോ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പാത്രം കഴുകും. അങ്ങനെയൊക്കെയാണ് ഒരു ക്യാപ്റ്റനോട് പറയാനുള്ളത്. കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആദിലേനെ പറഞ്ഞ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണ്. അത് അനീഷ് ചെയ്യുന്നുണ്ട്. അനീഷിന് അത്രയും സഹനശക്തി ഉള്ളത് കൊണ്ട് ലൈവിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇവള് വെള്ളം വാരി എറിയുന്നു, പാത്രം വാരി എറിയുന്നു, എന്തൊക്കെ അമ്പുഴുക്കുകളാണ് അവൾ അതിനകത്ത് പറയണത്. സത്യം പറഞ്ഞ അവള് വീട്ടില് കേറ്റാനേ കൊള്ളത്തില്ല. നൂറേനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, സത്യം സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ സാധനത്തിനെ സഹിക്കണമെങ്കിൽ ഒരു അവാർഡ് തന്നെ അവർക്ക് കയ്യിലെടുത്ത് കൊടുക്കണം. മാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്, ഇയാള് പോവാൻ നോക്ക്. ഇതിൽ ആരാണ് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് നമുക്ക് ഇത് കാണുമ്പം, ഇവളെ ഈ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ലാസ്റ്റ് സൈ കെട്ട അനീഷ് എന്നെ പറയണം, അനീഷ് കഴുകിക്കോളാം, പാത്രം കഴുകിക്കോളാം, ക്യാപ്റ്റൻ അല്ലേ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട്. അനീഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറയുന്ന സമയത്ത് അതിൽ ചെയ്യുന്നില്ല. കാരണം ഇയാള് ക്യാപ്റ്റനാണ്, അപ്പൊ അയാള് പറയുന്ന സമയത്ത് ചെയ്യണം. അതവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാന്ന് പറയുന്നത് ഉറപ്പുവരുത്തുന്നത് ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണ്. സോ അനീഷ് അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. അതിലേക്ക് അനീഷ് പറയുന്ന സമയത്ത് കഴുകാൻ പറ്റത്തില്ല, അതിലേക്ക് തോന്നുന്ന സമയത്ത് ആദില കഴുകും. അതാണ് ആദിലയുടെ പോളിസി. അപ്പം അത് പറ്റത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോയി കഴുകാന്ന് പറഞ്ഞപ്പോ ആദില എണീറ്റ് വന്നിട്ട് അനീഷിന്റെ ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റും എല്ലാം വാരി വലിച്ച് എറിയുന്നുണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട് അത് ചെയ്യരുതെന്ന്, അങ്ങനെ ചെയ്തുകൂടെ, തെറ്റാണെന്ന് നൂറ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നൂറ എന്നാലും പറയേണ്ടത് പറഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നല് ഉള്ളതുകൊണ്ട് നൂറയ്ക്ക് വലിയ നെഗറ്റീവ് അവിടെ വരുന്നില്ല. പക്ഷെ ഈ ആദില കാണിക്കുന്നത് എന്താണ്? വാരി വലിച്ചെറിയുന്നവള് വാശി കാണിക്കുന്നു, അടുക്കളയിൽ പോയിട്ടും ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരുന്ന ആ വെള്ളമൊക്കെ വാരി അനീഷിന്റെ പുറത്ത് കുടഞ്ഞെറിയുന്ന എന്തൊക്കെ വൃത്തികേടാണ് ഈ സ്ത്രീ കാണിക്കുന്നത്. എന്നിട്ട് ഇവര് തമ്മിലുള്ള ഇഷ്യൂസിന് വക്കാലത്തുമായിട്ട് നമ്മുടെ ഷാനവാസ ഈ പറയണ അനീഷിന്റെ അടുത്ത് സംസാരിക്കണ ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ലൈവ് കണ്ടവർക്ക് അറിയാം. ചെന്നിട്ട് ബാത്റൂം ഏരിയയുടെ അവിടെ ചെന്നിട്ട് ഷാനവാസ് അനീഷിനോട് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആദിലേനെ കാരണം ഷാനവാസിന് നെഗറ്റീവ് കിട്ടുമെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ഈ ആദിലയ്ക്ക് വേണ്ടിയിട്ട് ആദിലയും നൂറേനും എന്തോ ഭയങ്കര പെങ്ങളൂട്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് എടുത്തു പൊക്കി വെച്ചേക്കുന്നത്. പക്ഷെ അത് അത്ര നല്ലതാണെന്ന് എനിക്ക്, ആ ഒരു ട്രാക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നാളൊക്കെ എങ്ങനെയൊക്കെയോ ഓക്കെ, ഈ ലെസ്ബിയൻ കപ്പിൾസിന്റെ ആണ് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ പേരില് ചിലപ്പം ഈ ആദിലയ്ക്ക് നൂറയ്ക്കൊക്കെ ചെറിയ അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് അവരോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആദിലയുടെ ട്രാക്ക് പോകുന്നത്. ആദില വെറും വെടക്കായിട്ടാണ് പോകുന്നത്. അത് കാരണം ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെയൊക്കെയോ ബാധിക്കും എന്നെന്റെ മനസ്സ് പറയുന്നു. എന്തോ വരാനിരിക്കുന്നു എന്നുള്ളൊരു ഫീല് എനിക്കുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അമ്മച്ചിയെ പോയി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടായിരിക്കും ആദില അമ്മച്ചിക്ക് അത്രയ്ക്ക് കഴപ്പിളവിന്റെ ഒരു റീസൺ, ചിലപ്പോൾ അതായിരിക്കാം. അപ്പൊ ആദില പറയുന്നുണ്ട്, ഇയാൾക്ക് എന്താണ് അസുഖം, ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ളൊരു സംഭവം എന്റെ വീട്ടിൽ ഇങ്ങനെ ആദ്യമൊന്നും അംഗീകരിക്കാം, മീൻസ് അത് ഇവര് അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു എന്റെ വീട്ടില്. പക്ഷെ ഇവര് ഈ ആദില നൂറയുടെ ഒക്കെ
പ്രതികരണമൊക്കെ കണ്ടപ്പോൾ, ഈ അക്ബറിനോടൊക്കെ ഉള്ള പ്രതികരണമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഗ്രാജുവലി ഇവിടെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായിരുന്നു ആദിലിനെയും നൂറേനെയും. അവർ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ ഇവളുടെയൊക്കെ ഈ അനീഷിനോടുള്ള പെരുമാറ്റവും ബാക്കിയുള്ളവരോടൊക്കെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഇല്ലാതെ. ഇന്നലെ തന്നെ അടുക്കളയിൽ ആദിലും നൂറേയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഗ്യാസ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് പോലും ഓർമ്മിക്കാതെ എന്തൊക്കെയോ വായി തോന്നുന്നതൊക്കെ വിളിച്ചങ്ങ് പറയാണ്. അനീഷിന് എന്തോ അസുഖമുണ്ട്, അതുകൊണ്ട് മെഡിക്കൽ റൂമിൽ വിളിക്കുന്നൊക്കെയാണ് ആദില പറയുന്നത്. നിലപാടുകളും വായിന്ന് വരുന്ന സാധനങ്ങളും വരുന്നത് ഭയങ്കര ചൊറിച്ചിലാണ് ബിഗ് ബോസ്. തലങ്ങും വിലങ്ങും കറിഞ്ഞു. ആദിലൊക്കെയാണ് സത്യം പറഞ്ഞ എവിടെയോ ചൊറിയുക കടിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം അവളുടെ വർത്താനം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അനീഷ് എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. അനീഷ് എന്നിട്ട് പാത്രം കഴുകാനാണ് പറഞ്ഞത്. അവക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. അതാണ് സംഭവം. ചൊറിയാണ്, എന്നിട്ട് ഒരു കുറവുമില്ല. ഒന്ന് ഇയാളെ വിളിച്ചൊന്ന് ചൊറിച്ചിലൊന്ന് മാറ്റി കൊടുക്കണേ. ഒരു പെയിൻ കില്ലർ ഉണ്ട്, വേണോ? അതിലേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അതിലൊക്കെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മാറി നിക്കാം. അതിൽ പൊക്കോ. ഇയാളെ എവിടെ നിന്നാലും എനിക്കൊരു ചുക്കുമില്ല. എനിക്കിപ്പോ ഇയാൾ ഇവിടെ നിന്നാലും എനിക്കിപ്പോ അതിൽ കൂടെ പോകണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് പോവാ, അതിന് എനിക്കൊരു കുഴപ്പമില്ല. ദൈവം വേണ്ടി വെച്ചിട്ട് എന്റെ കാലൊക്കെ നല്ല കണ്ടീഷനിലിരിക്കണം. നടന്നു പോവാ, എണീച്ചു പോവാ, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ വടി വിഴുങ്ങിയോട്ട് ഇങ്ങനെ നിക്കണ അതല്ല എന്റേത്. ഇയാളിടക്കൊക്കെ ഒന്ന് മസിൽ കയറിയാണ്ടല്ലോ ഇങ്ങനെ എടുത്തോണ്ട് അടുപ്പത്തൊക്കെ കൊണ്ടുവരും. ഇവിടെ ചെമ്പില്ല. കല്യാണരാമല് പറഞ്ഞോണ്ട് ഇല്ല. ആദിലേക്ക് നല്ല വാശിയുണ്ട്. എനിക്കൊന്ന് ഈ വാശിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത പഴം വിഴുങ്ങിയിരിക്കുന്ന ഒരാളാണ് നൂറ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നൂറ ഇതിന്റെ ഇടയിൽ പെട്ടുപോയതാവാനാണ് സാധ്യത. ഞാൻ പാത്രം കഴുകും. ഇങ്ങനെ വെറുപ്പിച്ച ഇപ്പൊ പോവാൻ പറ്റൂല്ലേ? ഞാൻ പാത്രം കഴുകും. ഇപ്പൊ പോവാൻ പറ്റൂല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഓൾറെഡി ഇത്ര അധികം സമയമായി. ആദില വളരെ മടിയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ടീമിൽ എപ്പൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊക്കെ ലേസി ആയിട്ട് ഈ കട്ടിലും ഇങ്ങനെ ഇരിക്കലാണ് ആദിലയുടെ പണി. ചെയ്യാൻ തോന്നത്തില്ല, അതൊരു ഫാക്റ്റാണ്. ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഒരാളോട് ചെയ്യെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അനീഷ് ആദ്യം വന്നിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴേ ആദില പോയി ചെയ്തിരുന്നെങ്കിൽ അനീഷ് റിപ്പീറ്റഡ് ആയിട്ട് പറയത്തില്ല. പക്ഷെ ആദിലേക്ക് അത് അനുസരിക്കാനുള്ള ഈഗോ വാശിയൊക്കെ അതിലേക്ക് നല്ലപോലെ ഉണ്ട്. ഇതവരുടെ റിയൽ ക്യാരക്ടറാണ്. അപ്പം നൂറയുടെ അടുത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നൂറയ്ക്ക് അത് നല്ലപോലെ അറിയാം. നൂറ അവിടെ സൈഡിൽ മിണ്ടാതിരിക്കുന്നുണ്ട്. അതിൽ ചെയ്യണ്ട, ഞാൻ ചെയ്തോണ്ട്. കാരണം എനിക്കാണ് കിച്ചൺ ടീമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത്. പറഞ്ഞ സമയത്ത് കൊടുക്കാന്നുള്ള ഒരു കഴുകാതിരിക്കാനുള്ള അടവാണ് ഇയാളുടെ. മനസ്സിലായോ? ആ കമ്മിറ്റ്മെന്റ് എനിക്കാണുള്ളത് കിച്ചൺ ടീമായിട്ട്. ഞാൻ കഴുകിക്കൊണ്ട്. ഓക്കെ, അനീഷ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അപ്പൊ ഈ ആദില പെട്ടെന്ന് എണീറ്റിട്ട് പോയി ചെയ്യ്, ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കളിക്കല്ല അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. ഇങ്ങോട്ട് വന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാരടുത്ത് വൻകലിപ്പ് ആർക്ക്? ഇതെന്താണ് നടക്കുന്നത്? ആങ്ങളെ വന്നിട്ട് തലങ്ങണിയൊക്കെ വന്ന് വാരിപ്പറക്കി എടുക്കുന്നുണ്ട്. ആങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ പെങ്ങളൂട്ടിയെ? അതൊന്നും ചെയ്യത്തില്ല ഷാനവാസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആദില കാണിക്കുന്ന തെമ്മാടിത്തരം മൊത്തം ഇനി അനുഭവിക്കാൻ പോകുന്ന ചിലപ്പോൾ ഷാനവാസായിരിക്കും. എല്ലാ സമയത്തും നമ്മൾ കാണുന്നത് ആദിലേനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാൻ ഷാനവാസ് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അനീഷിനോടായാലും പോയി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, നിങ്ങൾക്ക് നല്ലപോലെ പൊക്കൂടെ എന്ന് അനീഷിനോട് പറയുന്നുണ്ട്. രണ്ടുപേരോടുമാണ് പറയുന്നത്. പക്ഷെ ആദിലിനോട് ഷാനവാസ് അങ്ങനെയൊന്നും സംസാരിക്കത്തില്ല. അനീഷിനെയാണ് പറഞ്ഞ് ശരിയാക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നന്നാക്കാനുള്ളത് ഈ ഷാനവാസിന്റെ പെങ്ങളുട്ടിയായ ആദിലേനെ തന്നെയാണ്. തലങ്ങണിയെല്ലാം കൂടെ വാരിപ്പിറക്കി കിച്ചന്റെ ഫ്രണ്ടിൽ കൊണ്ടങ്ങ് ഇട്ടു അനീഷിന്റെ. അപ്പോൾ അത് വന്ന് നുള്ളിപ്പറക്കാണ് ഷാനവാസ്. എന്തിനാണ് വെറുതെ ഇവളെ പിറകെ ഇങ്ങനെ പോയി വെറുതെ നെഗറ്റീവ് വാങ്ങിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ആരായിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇവളൊരു ഗുണ്ടിയാ. വന്നിട്ട് അടുക്കളയിൽ നിന്നിട്ട് മാറിക്കുന്നൊക്കെ പറയും. എനിക്ക് ആ പാത്രം വേണം അരിയിടാൻ. അത് ഉണ്ടെങ്കിൽ അരിയിടാൻ പറ്റത്തുള്ളൂ. വലിയ പാത്രം
പാത്രം കഴി ആ വെള്ളമൊക്കെ അനീഷിന്റെ പുറത്ത് കുടഞ്ഞു വീഴ്ത്തിയാണ്. ഇത് സംഭവം എനിക്ക് തോന്നി ഈ ടാസ്കിന്റെ ഇടയിൽ നൂറയുടെ പുറത്ത് വെള്ളം കുടഞ്ഞില്ല. ഇനി അതിന്റെ പ്രതികാരമാണോ എന്ന് അറിയത്തില്ല അതിൽ ചെയ്യണത്. കേട്ടില്ല. നോക്കണ്ട, നീ ഇയാളോട് ചോദിക്കേ. അനീഷിന് കടിയെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇത് കൂടുതൽ കണ്ടോണ്ടെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ആദിലേനെ മറ്റേ പന്നിപ്പടക്കം വെച്ച് അങ്ങ് തീർക്കാൻ തോന്നും. അതിനേക്കാളും നല്ല നമുക്കിത് ബാക്കി കാണാത്തതാണ്. ഈ ആദിലയുടെ വായിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ പുഴുത്ത വർത്തമാനങ്ങളുണ്ടല്ലോ, അനീഷിന് കടി, അനീഷിന് എന്തോ അസുഖമുണ്ട്, മെഡിക്കൽ റൂമിൽ വിളിക്കൂ ബിഗ് ബോസ്, ഇതൊന്നും അല്ല ഇവള് കാണിക്കുന്ന. ഈ അനീഷിനോട് മാത്രം ഇവള് കാണിക്കുന്ന ഈ ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ കാണുമ്പം ശരിക്കും നമുക്ക് ചൊറിഞ്ഞു വരും. ഇവക്ക് ശരിക്കും എന്തോ കഴപ്പുണ്ട്. അത് തീർത്തു കൊടുത്തില്ലെങ്കിൽ ബിഗ് ബോസിന് 7ന്റെ അല്ല 16ന്റെ പണി തന്നെ ബിഗ് ബോസിന് കിട്ടും. ഒന്നീ ഇതിനെടുത്ത് കളയണം. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, ഈ ലക്ഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. 100 അല്ല 150% ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതിനെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന്. വേറൊന്നും കൊണ്ടല്ല, സ്വഭാവം കൊണ്ട് തന്നെയാണ്.